പ്രൊഫസർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കൊച്ചിയിൽ എത്തുന്നു എന്ന് തന്നെയാണ് അല്ലേ. അദ്ദേഹം ബാലഗോകുലം ബാല നേതൃശിബിരത്തിൽ പങ്കെടുക്കും. രാവിലെ 9:30 ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിലാണ് ബാല നേതൃശിബിരം. വിവരങ്ങളുമായി നിഷാ ദിലീപ് ചേരുകയാണ്. നിഷാ, സർസംഘചാലക് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ബാലഗോകുലം ബാല നേതൃശിബിരത്തിലാണ് പങ്കെടുക്കുന്നത്. എത്ര മണിക്കായിരിക്കും കൃത്യം പരിപാടി ആരംഭിക്കുക? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. KP ബാലഗോകുലത്തിന്റെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ സമാപന സഭ ഇന്ന് നടക്കും. ഈ സമാപന സഭയിലാണ് ഈ ബാല നേതൃശിബിരം നടക്കുന്നത്. ബാല നേതൃശിബിരത്തിൽ പങ്കെടുക്കാനാണ് ഡോക്ടർ മോഹൻ ഭാഗവത് കൊച്ചിയിൽ എത്തുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ അദ്ദേഹം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും 9:30 എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുന്നത്. ഈ ബാല നേതൃസഭയുടെ ഈ ബാലഗോകുലത്തിന്റെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു ബാല നേതൃശിബിരം, ഇതിന്റെ ഉദ്ഘാടനം 9:30 എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. സർസംഘചാലക് ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ ബാലഗോകുലം സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ അധ്യക്ഷനാകും. ഒപ്പം തന്നെ ബാലഗോകുലം സംസ്ഥാന പൊതു കാര്യദർശി KN സജികുമാർ, കാര്യദർശി BJ രാജ്മോഹൻ എന്നിവർ സംസാരിക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബാലപ്രതിഭകളെയും യോഗത്തിൽ ആദരിക്കുന്നുണ്ട്. ഒപ്പം തുടർന്ന് വിവിധ സെക്ഷനുകളായാണ് ശിബിരം നടക്കുന്നത്. പ്രമുഖരാണ് ശിബിരം നയിക്കുക. നാളെ വൈകിട്ട് 5 മണിക്ക് ചേരുന്ന സമാപന സഭ കേരള ഗവർണർ ഡോക്ടർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിവിധ ബാലഗോകുലങ്ങളിൽ നിന്നായി 8 മുതൽ 12 ക്ലാസ്സുകളിൽ വരെ പഠിക്കുന്ന 3500ഓളം കുട്ടികളാണ് ഈ ബാലനേതൃ ശിബിരത്തിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, അതായത് 9:30 എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ RSS മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് നേതൃശിബിരം ഉദ്ഘാടനം ചെയ്യും. ശരി, നിഷാ ദിലീപാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകി.